മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും കിടന്നുറങ്ങുന്നതുമെല്ലാം മലയാളികളുടെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യമാണ്. മക്കൾ തിരിച്ചറിവാകുന്ന പ്രായം വരെയും അച്ഛനമ്മമാർക്കൊപ്പമാകും രാത്രിയിൽ കിടന്നുറങ്ങുന്നതല്ലേ. കുട്ടികൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഭാര്യാഭർത്താക്കന്മാരുടെ സ്വകാര്യ നിമിഷങ്ങൾ. ഇതുപോലുള്ള പങ്കുവെക്കലാണ് നമ്മുടെ കുടുംബജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. എന്നാൽ ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? സ്ത്രീകൾ ഇക്കാര്യത്തിൽ പൊതുവെ ജാഗ്രത പുലർത്തുന്നവരാണ്. എന്നാൽ ചില പുരുഷന്മാരുണ്ട് മക്കളുടെ മുന്നിൽ പോലും ലൈംഗിക വൈകൃതം കാട്ടുന്നു. കുട്ടികളുടെ സാന്നിധ്യം അവർക്ക് ശല്യമായിരിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള സ്വന്തം മകനെ പിതാവ് കൊലപ്പെടുത്തിയത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ കുഞ്ഞ് കരഞ്ഞതിൻ്റെ പ്രകോപനത്തിലാണ്. മലപ്പുറം തിരൂരിൽ 13 വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ച ശേഷം സുഹൃത്തിന് കാഴ്ചവെച്ച മറ്റൊരു വെറുക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ചും കേട്ടു. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. നമ്മുടെ നാട്ടിലെ ചില വീടുകളിൽ ഭയത്തോടെ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. സ്വന്തം അച്ഛൻ്റെ സ്പർശനവും നോട്ടവും അവർക്ക് പേടിയാണ്. മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു 13-കാരിയുടെ കഥ കേട്ടാൽ ചങ്ക് തകർന്നു പോകും. അച്ഛൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയില്ല. കാരണം അയാൾ എല്ലാ സ്ത്രീകളെയും കാണുന്ന പോലെയാണ് മകളെയും കണ്ടത്. അങ്ങനെ കഴിഞ്ഞ ദിവസം അയാളിലെ ലൈംഗിക വൈകൃതം പുറത്തു വന്നു. 13 വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ച കേസിൽ അച്ഛൻ പിടിയിലായതോടെ കേട്ടത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. പ്രതി മകളെ സുഹൃത്തിനും കാഴ്ചവെച്ചു. കേസിൽ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് പിതാവും പിതാവിന്റെ സുഹൃത്തും ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതിയിലുള്ളത്. പിതാവ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് മകളെ പീഡിപ്പിക്കാൻ സുഹൃത്തിന് ഒത്താശ ചെയ്യുകയുമായിരുന്നു. ഒരാഴ്ച മുൻപാണ് പീഡനം നടന്നതെന്നാണ് വിവരം. ക്രൂരബലാത്സംഗത്തെ തുടർന്ന് മാനസിക പിരിമുറുക്കവും വിഷാദവും അനുഭവപ്പെട്ട പെൺകുട്ടിയെ സ്കൂളിൽ അധ്യാപിക കൗൺസിലിംഗിന് വിധേയയാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടി അധ്യാപികയോട് പീഡന വിവരം പറഞ്ഞതോടെ അധ്യാപിക പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് പെൺകുട്ടിയിൽ നിന്ന് രഹസ്യമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനെയും സുഹൃത്തിനെയും ബലാത്സംഗ കുറ്റവും പോക്സോ കേസും ചുമത്തി അറസ്റ്റ് ചെയ്തത്. വളാഞ്ചേരി CI വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടിയുടെ പിതാവ് മറ്റൊരു പോക്സോ കേസിൽ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആ ശിക്ഷാവിധിക്കെതിരെ കോടതിയിൽ അപ്പീൽ നൽകിയ പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് മകളെ പീഡിപ്പിച്ചത്. ന്യൂസ് 18 തിരൂർ. ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിന് തടസ്സമായതിന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ പിതാവ്. ഇത്രയും ദുഷ്ടത നിറഞ്ഞ വൈകൃതമുള്ള മനുഷ്യരുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ളുലയുന്നുണ്ടല്ലേ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള സ്വന്തം മകനെ കൈമുട്ടുകൊണ്ട് ആഞ്ഞടിച്ച് കൊലപ്പെടുത്തിയ യുവാവ് ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയെന്നാണ് വിവരം. പ്രതി ഷിജിൽ നിരവധി സെക്സ് ചാറ്റ് ആപ്പുകളിൽ അംഗമാണെന്നും ഒട്ടേറെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു. സംശയരോഗവും ലൈംഗികാസക്തിയുമാണ് പ്രതിയെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് കണ്ടെത്തൽ. നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരന്റെ കൊലപാതകത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ശാരീരിക ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുഞ്ഞിന് അമ്മ മൊഴി നൽകിയതായാണ് സൂചന. സംഭവ ദിവസം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കുഞ്ഞെണീറ്റ് കരഞ്ഞതാണ് ഷിജിലിനെ പ്രകോപിപ്പിച്ചത്. ഉടൻ തന്നെ കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അതിഭീകരമായ വേദന കൊണ്ട് പൊളഞ്ഞ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും പ്രതി തയ്യാറായില്ല. ഏറെ നേരം അപേക്ഷിച്ച ശേഷമാണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ഭാര്യയുടെ മൊഴി. എന്നാൽ അതിനു മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു.
ഷിജിൽ നിരവധി സെക്സ് ചാറ്റ് ആപ്പുകളിൽ അംഗമാണെന്നും ഒട്ടേറെ സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. സെക്സ് ചാറ്റ് നടത്താനായി മാത്രം ഇയാൾ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു. കുഞ്ഞിനെ നേരത്തെ തന്നെ പ്രതിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കുഞ്ഞിന്റെ ഒരേ ഒരു ചിത്രം മാത്രമാണ് കണ്ടെടുക്കാനായത്. അതും കുഞ്ഞിന്റെ കൈ ഒടിച്ച ശേഷമുള്ള ഫോട്ടോയാണെന്നും കുഞ്ഞിന്റെ അമ്മ കൃഷ്ണപ്രിയ മൊഴി നൽകി. ഗർഭം അലസിപ്പിക്കാൻ പലതവണ പ്രതി ശ്രമിച്ചിരുന്നെന്നും കൃഷ്ണപ്രിയയുടെ കുടുംബം പറയുന്നു. കുഞ്ഞിനു വേണ്ടി പണം ചിലവാക്കാനില്ലെന്നായിരുന്നു ഇയാളുടെ നിലപാട്. നല്ല ഭക്ഷണം പോലും നൽകിയില്ല. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുണ്ടായിരുന്ന ഷിജിൽ കുഞ്ഞിനെ ഇടയ്ക്കിടെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 1 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അച്ഛൻ ഷിജിലും കുടുംബവും സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ ഉപദ്രവിച്ചിരുന്നതായി കൃഷ്ണപ്രിയയുടെ കുടുംബം ആരോപിച്ചു. ഇഹാന്റെ കൊലപാതകത്തിൽ ഷിജിലിനെ നെയ്യാറ്റിൻകര കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ നിരവധി പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന കന്യാസ്ത്രീകളെ ദുഷിച്ച കണ്ണോടെ നോക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്നാൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കേട്ടത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ കന്യാസ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം. ആശുപത്രിയിലെ HR മാനേജർ പൊൻകുന്നം സ്വദേശി ജോസഫ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീഡിയോ കോളിൽ വരണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. HR മാനേജർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം നടന്നത്. ജോലി കഴിഞ്ഞ് മെസ്സിലെത്തിയ കന്യാസ്ത്രീയോട് അടിയന്തരമായി വീഡിയോ കോളിൽ എത്തണമെന്ന് HR മാനേജർ ജോസഫ് തോമസ് ആവശ്യപ്പെട്ടു. തിരുവസ്ത്രത്തിൽ അല്ലാതെ ഇരുന്ന കന്യാസ്ത്രീയുടെ ചിത്രം പകർത്തി ഇയാൾ പിറ്റേ ദിവസം ഭീഷണിപ്പെടുത്തി. തൊട്ടടുത്ത ദിവസവും വീഡിയോ കോളിൽ വരണമെന്നാവശ്യപ്പെടുന്നത് കന്യാസ്ത്രീ എതിർത്തതോടെയായിരുന്നു ഭീഷണി. ഇതോടെ കന്യാസ്ത്രീ സഭയ്ക്ക് പരാതി നൽകി. ചങ്ങനാശ്ശേരി അതിരൂപത അധികൃതരാണ് ജീവനക്കാരെ ശല്യം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി പോലീസിന് കൈമാറിയത്. കന്യാസ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ആശുപത്രിയിലെ പല സ്ത്രീകളെയും നിരന്തരം ശല്യം ചെയ്തതായി പരാതി ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെ ഒരാഴ്ച മുമ്പ് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി. ഇതിനുശേഷവും കന്യാസ്ത്രീയെ ശല്യം ചെയ്തതോടെയാണ് പരാതി പോലീസിലെത്തിയത്. IT ആക്ട് പ്രകാരമാണ് പോലീസ് പ്രധാനമായും കേസെടുത്തത്. സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്യൽ, ലൈംഗിക വീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടൽ, ലൈംഗിക ഉദ്ദേശത്തോടെ ചിത്രങ്ങൾ അയക്കൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പാലാ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ജീവനക്കാരുടെ പരാതി ലഭിച്ചാൽ കേസെടുത്ത് പ്രതിക്കെതിരെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോട്ടയം. നാട്ടുംപുറങ്ങളിലും ചില സ്കൂളുകളിലും കൂട്ടുകാരെ കളിയാതിൻ്റെ വേദനയിൽ കഴിയുന്ന നിരവധി ദമ്പതികളുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം ആ സങ്കടം. എന്നാൽ കുട്ടികൾ ഒരു ബാധ്യതയായി കരുതുന്ന, അവരെ നശിപ്പിക്കാനും കൊലപ്പെടുത്താനും മടിക്കാത്ത മനുഷ്യരുമുണ്ടെന്നേ ഇവിടെ. പത്തനംതിട്ട തിരുവല്ലയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തിരുവല്ല കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്നുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കടയുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലർച്ചെ വീട്ടുമുറ്റത്തെ തട്ടുകട തുറക്കാനെത്തിയ കടയുടമയായ ജയരാജൻ കണ്ടത് വാതിലിൽ തണുത്തു വിറച്ചു കിടക്കുന്ന നവജാത ശിശുവിനെ. ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പോലീസിനെ വിളിച്ച് കുഞ്ഞിനെ കൈമാറി. പത്തനംതിട്ട തിരുവല്ല കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള തട്ടുകടയിലാണ് പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞാൻ 5 മണി കഴിയുമ്പോഴായത് തുറന്ന് 5:30 ആകുമ്പോഴാണ് ചായ ഒക്കെ ഇടുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി അതെല്ലാം ചായ ഇടാനും ഒക്കെ തുടങ്ങാൻ വന്നപ്പോഴത്തേനും ഇത് കൊണ്ടുവച്ച് പിന്നെ
ലൊക്കേഷൻ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും. ലൊക്കേഷൻ അറിയാവുന്ന ആയിരിക്കും. വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്ത് കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരെയും ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പോലീസിനെ വിളിച്ചു, കൊച്ചുമോനെ വിളിച്ചു. കൊച്ചുമോൻ പിന്നെ പോലീസിനെ വിളിച്ചു. നാട്ടുകാരെല്ലാം വന്നു. തിരുവല്ല പോലീസ് ഉടൻ സ്ഥലത്തെത്തി. കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളുടെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ നാട്ടിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ ചെറുപ്പത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി കുഞ്ഞുമക്കളുണ്ട്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള ചിൽഡ്രൻസ് ഹോമിൽ ഒരു 2 വയസ്സുകാരനെ എത്തിച്ചു. അമ്മയെ കാണാതെ അവൻ നിർത്താതെ കരയുകയാണ്. ട്രെയിൻ യാത്രക്കിടെ അവനെ മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൂനെയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന ട്രെയിൻ തൃശ്ശൂരിലെത്തിയപ്പോഴാണ് സീറ്റിൽ ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ കണ്ടെത്തിയത്. പിന്നീട് ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. ശിശുക്ഷേമ സമിതി റെയിൽവേ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെമ്പാടുമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ വിവരം നൽകുകയായിരുന്നു. ഇതുവരെ കുട്ടിയെ കാണാതായെന്ന് എവിടെയും പരാതി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ ആസൂത്രിതമായി ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. കുട്ടിയെ ട്രെയിനിലിരുത്തി മാതാപിതാക്കളെന്ന് കരുതുന്നവർ വെള്ളം വാങ്ങാനെന്ന വ്യാജേന പുറത്തിറങ്ങിയെന്നാണ് സൂചന. ട്രെയിൻ പുറപ്പെട്ടപ്പോഴും ഇവർ കയറിയില്ല. കുട്ടി തനിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട 2 യാത്രക്കാർ ആലുവയിലിറങ്ങി കുട്ടിയെ RPFന് ഏൽപ്പിക്കുകയായിരുന്നു. RPFുകാർ അറിയിച്ചതനുസരിച്ച് ചൈൽഡ് ലൈൻ എത്തുകയും കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ വിടുകയും ചെയ്തു. പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള ചിൽഡ്രൻസ് ഹോമിലാണ് കുട്ടി ഇപ്പോഴുള്ളത്. സംഭവത്തിൽ എറണാകുളം റെയിൽവേ പോലീസ് കേസെടുത്തു. 2 വയസ്സ് മാത്രം തോന്നിക്കുന്ന കുട്ടി കഷ്ടിച്ചാണ് സംസാരിക്കുന്നത്. ചിൽഡ്രൻസ് ഹോമിലെ ആയമാർ സംസാരിച്ചതിൽ നിന്ന് അമ്മ എന്ന വാക്ക് കുട്ടി പറഞ്ഞതായി സൂചനയുണ്ട്. കുട്ടി മലയാളിയോ അല്ലെങ്കിൽ ഒഡീഷ സ്വദേശിയോ ആവാമെന്നാണ് അധികൃതർ സംശയിക്കുന്നത്. മാതാപിതാക്കൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. സർക്കാർ സർവീസിലിരിക്കെ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കൈക്കൂലിയും കൊള്ളയും നടത്തുന്നവർ. പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷം സുഖിച്ച് ജീവിക്കാമെന്നാണ് പലരുടെയും കണക്കുകൂട്ടൽ. എന്നാൽ വിരമിക്കാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെ കൈക്കൂലി കേസിൽ പിടിയിലായാലോ? GST എൻഫോഴ്സ്മെൻറ്റ് ഇൻസ്പെക്ടർ സുമനയാണ് പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പൊക്കിയത്. അമിതഭാരം ആരോപിച്ച് ചരക്കു വാഹനങ്ങളുടെ ഉടമകളിൽ നിന്ന് 3.5 ലക്ഷം രൂപ കൈക്കൂലിപ്പണം വാങ്ങുമ്പോഴാണ് ഇയാൾക്ക് പിടിവീണത്. രണ്ടാഴ്ച മുൻപ് സ്ക്രാപ്പ് കയറ്റി വന്ന 2 വാഹനങ്ങൾ GST ഇന്റലിജൻസ് ഓഫീസറായ സുമന്റെ നേതൃത്വത്തിലുള്ള ഇന്റലിജൻസ് സ്ക്വാഡ് പരിശോധനയ്ക്കിടെ പിടികൂടിയിരുന്നു. അമിതഭാരം ആരോപിച്ചാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ഇതിന് പിഴയും ചുമത്തി. പിഴ ഒഴിവാക്കാൻ GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടു. സുമൻ കൈക്കൂലിയായി ചോദിച്ചത് 4 ലക്ഷം രൂപയാണ്. തുടർന്ന് 3.5 ലക്ഷം രൂപ പറഞ്ഞുറപ്പിക്കുകയായിരുന്നു. ഇത് വാങ്ങാൻ ഉച്ചയോടെ പുതുശ്ശേരി കുരുടിക്കാട് വെച്ചൊരുങ്ങുമ്പോഴാണ് ലോറിക്കാരുടെ വേഷത്തിലെത്തിയ വിജിലൻസ് ടീം സുമനെ വളഞ്ഞിട്ട് പിടികൂടിയത്. വിജിലൻസ് പിടിക്കുമ്പോൾ ഇയാളുടെ കൈവശം കൈക്കൂലിയായി വാങ്ങിയ 50,000 രൂപയുമുണ്ടായിരുന്നു. ഇയാളുടെ വീട്ടിലും വിജിലൻസ് പരിശോധന നടക്കുന്നുണ്ട്. ഇതിനു മുൻപും സുമൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന. ഇയാളെക്കുറിച്ച് മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. മെയ് മാസം റിട്ടയർ ചെയ്യാനിരിക്കെയാണ് സുമൻ കൈക്കൂലി കേസിൽ അറസ്റ്റിലാകുന്നത്. ന്യൂസ് 18 പാലക്കാട്.
കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ കശാപ്പ് ശാലകളാവുകയാണോ? ചികിത്സ തേടിയെത്തുന്ന രോഗികളെ കുരുതി കൊടുക്കുകയാണോ? തിരുവനന്തപുരം കൊല്ലങ്കോണം സ്വദേശി ബിസ്മീർ എന്ന യുവാവ് ശ്വാസതടസ്സത്തെ തുടർന്നാണ് വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ രാത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. മനസ്സാക്ഷിയുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാനാവാത്ത കാഴ്ച. എന്നാൽ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വലുത് അവരുടെ ഉറക്കമായിരുന്നു. രോഗി അവിടെ എത്തിയപ്പോൾ ആശുപത്രിയുടെ പ്രവേശന കവാടം പൂട്ടിയ നിലയിൽ. ചികിത്സ വൈകുന്നതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെതിരെ ഗുരുതര ആരോപണമാണ് ഉയരുന്നത്. ജനുവരി 19-നാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മിർ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെത്തിയത്. ഭാര്യ ജാസ്മിനാണ് ബിസ്മിറിനെ ആശുപത്രിയിലെത്തിച്ചത്. മരണപ്പെട്ട ബിസ്മിർ ആശുപത്രിയിൽ ഏറെ അസ്വസ്ഥനായി നിൽക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആശുപത്രിയിൽ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചതിനും ശേഷമാണ് ഡോക്ടർ പുറത്തേക്ക് വന്നതെന്നുമാണ് പരാതിയിൽ പറയുന്നത്. എന്നിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ലെന്നാണ് ജാസ്മിന്റെ പരാതി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബിസ്മിർ മരിച്ചു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകാൻ തയ്യാറായില്ലെന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു. കുടുംബം വിളപ്പിൽശാല മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. രോഗിയുടെ നില മോശമായതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്നായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് വൃദ്ധ മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകേണ്ട കാലമാണിത്. കാരണം അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് സൈബർ തട്ടിപ്പുകളെപ്പറ്റി അവർക്കത്ര അറിവുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ അടുത്തിടെ ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നവരിൽ കൂടുതലും വയോധികരാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ വയോധികനെ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ പേരിൽ കബളിപ്പിച്ച ഒരു വാർത്ത പരിശോധിക്കാം. സാമ്പത്തിക കുറ്റകൃത്യം ആരോപിച്ച് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് 45 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്യവിരുദ്ധ സാമ്പത്തിക കുറ്റകൃത്യത്തിന് അറസ്റ്റിലാണെന്ന് വിശ്വസിപ്പിച്ചാണ് തലശ്ശേരി സ്വദേശിയായ വയോധികനിൽ നിന്ന് 45 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ബാങ്ക് അക്കൗണ്ട് വഴി അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് കേസെടുത്തെന്നും താങ്കൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും സൈബർ തട്ടിപ്പ് സംഘം പറഞ്ഞു. കഴിഞ്ഞ ഡിസംബർ മുതൽ ജനുവരി 7 വരെയുള്ള കാലയളവിൽ പ്രതികൾ വാട്സാപ്പ് വഴി തലശ്ശേരി സ്വദേശിയെ ബന്ധപ്പെട്ടാണ് ഭീഷണി മുഴക്കിയത്. പരാതിക്കാരന്റെ പേരിൽ ഒരു സിം കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രസ്തുത സിം കാർഡ് ഉപയോഗിച്ച് മുംബൈ കനറ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചു. പിന്നാലെ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് കാണിച്ച വാറന്റും മറ്റും വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ബാങ്കിലുള്ള പണം മുഴുവൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ജനുവരി 7-ന് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രതികൾ അയച്ചു നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് 45 ലക്ഷം രൂപ അയപ്പിച്ച് പണം തട്ടിയെടുത്തു. തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വയോധികൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തു. വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് സൂചന. ഇതിൽ മലയാളികളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. തിരുവനന്തപുരം കമലേശ്വരത്ത് യുവതിയും അമ്മയും ജീവനൊടുക്കിയതിൽ ദുരൂഹത ഒഴിയുന്നില്ല. മരിച്ച ഗ്രീമിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടും പല സംശയങ്ങളും ബാക്കി. ഗ്രീമിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ പരസ്യമായി അപമാനിച്ചതാണ് കൂട്ടാത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസ് റിപ്പോർട്ട്. നിരന്തരമായ അവഹേളനത്തിൽ അമ്മയ്ക്കും മകൾക്കും കഠിനമായ മാനസിക വിഷമമുണ്ടായി. ഭർത്താവിൽ നിന്ന് ഗ്രീമ മാനസിക പീഡനം അനുഭവിച്ചെന്നും പോലീസ് പറയുന്നു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ പരസ്യമായി അപമാനിച്ചു. നിരന്തരമായി ഭാര്യ കാണാൻ ശ്രമിച്ചപ്പോൾ സമ്മതിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
പ്രതിയായ ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ നിന്ന് പിടികൂടി ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതും ഭാര്യയോടുള്ള ക്രൂരതയും ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പൂന്തറ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ഇരുവരുടെയും ആത്മഹത്യയ്ക്ക് പിന്നാലെ കണ്ടെടുത്ത കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതോടെ അയർലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുംബൈ പോലീസ് എയർപോർട്ടിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്കയിൽ കുടിയേറ്റക്കാരെ ശത്രുക്കളായി കാണുന്ന ഒരു ഭരണകൂടം. രാജ്യത്തെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഇവരെന്ന ആരോപണം. അതിൻ്റെ പേരിലാണ് കുടിയേറ്റ വിരുദ്ധ പരിശോധന ശക്തമാക്കിയത്. കുടിയേറ്റ പരിശോധനയ്ക്കിടെ വീണ്ടും ഒരു കൊലപാതകം കൂടി അരങ്ങേറിയത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നു. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37കാരനാണ് മരിച്ചത്. ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവാണ് കൊല്ലപ്പെട്ടത്. ഒരു മാസത്തിനിടെ സമാനമായ രീതിയിലുള്ള രണ്ടാമത്തെ കൊലപാതകം. സേനയ്ക്കെതിരെ ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. യുഎസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ നടപടികൾ എന്ന പേരിലാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നീക്കം ട്രംപ് ഭരണകൂടം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വിവിധ നഗരങ്ങളിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ പരിശോധനകൾ വ്യാപകമാക്കിയിരുന്നു. കുടിയേറ്റ പരിശോധനകൾക്കെതിരെ പ്രതിഷേധമുയർത്തുന്നതിനിടെയാണ് മിനിയോപോളിസ് നഗരത്തിൽ 37കാരനായ യുവാവ് കൊല്ലപ്പെട്ടത്. സുരക്ഷാസേന ഇയാളുടെ കൈവശമുണ്ടായിരുന്ന തോക്ക് പിടിച്ചെടുത്ത് വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ വാദം. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ICU നഴ്സായിരുന്ന അലക്സ് ജെഫ്രി പ്രെറ്റിയാണ് മരിച്ചത്. ഇയാൾ US പൗരനാണ്. സംഭവത്തിന് പിന്നാലെ ജനങ്ങൾ സേനയ്ക്കെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ആയുധധാരികളായ ഉദ്യോഗസ്ഥരെ നഗരത്തിൽ നിന്ന് പിൻവലിക്കണമെന്നാണ് ആവശ്യം. പ്രതിഷേധക്കാരെ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിച്ച് തുരത്തി. വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ തുടർന്നേക്കുമെന്നാണ് സൂചന. യുവാവിന്റെ മരണത്തിൽ മിനിയോപോളിസ് ഗവർണറായ ടീം വാട്സ് പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തിൽ വൈറ്റ് ഹൗസിനോട് വിശദീകരണം തേടുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒരു മാസത്തിനിടെ US-ൽ കുടിയേറ്റ വിരുദ്ധ പരിശോധനയ്ക്കിടെ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെയാളാണ് അലക്സ് ജെഫ്രി പ്രെറ്റി. ജനുവരി 7-ന് ഒരു യുവതിയെയും സുരക്ഷാസേന വധിച്ചിരുന്നു. അതേസമയം വിഷയത്തിൽ നാഷണൽ ഗാർഡ്സിനെ ന്യായീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. സേനയ്ക്ക് നേരെ കടുത്ത ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നും ഇതിനെ പ്രതിരോധിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നുമാണ് വിശദീകരണം. US-ൽ ആകെ 12,000-ലധികം കുടിയേറ്റ ക്രിമിനലുകളുണ്ട്. ഇവരാണ് രാജ്യത്തെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെന്നും ട്രംപ് ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്വന്തം സുഖവും സന്തോഷവും മാത്രം തേടിപ്പോകുന്ന ചില ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സ്വന്തം കുടുംബത്തെക്കുറിച്ചോ കൂട്ടുകാരെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ അവർ ആലോചിക്കില്ല. ഇങ്ങനെയുള്ളവർ ഒരാളെ ചതിക്കാൻ പോലും മടിക്കില്ല. ജീവിതത്തിൽ കുറച്ചെങ്കിലും മൂല്യങ്ങളുള്ള ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? മറ്റുള്ളവരോട് ഞാൻ ആത്മാർത്ഥത കാണിച്ചാൽ എനിക്ക് എന്ത് ഗുണമെന്ന് ചിലർ വിചാരിക്കും. നിസ്വാർത്ഥ മനോഭാവവും ജീവിത മൂല്യങ്ങളുമാണ് ഒരാളെ നല്ലൊരു മനുഷ്യനാക്കുന്നത്. നീ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് കേട്ടിട്ടില്ല. നല്ല മനസ്സുള്ളവർക്ക് നല്ലത് സംഭവിക്കും. ദുഷിച്ച ചിന്താഗതി നാശത്തിൽ കലാശിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.